എല്ലാവർക്കും സ്വാഗതം. ഒരേയൊരു ദൈവിക പ്രവചനം, ഒരു കുടുംബത്തിൽ ഒരേ സമയം എങ്ങനെയാണ് വലിയ പ്രതീക്ഷയും അടങ്ങാത്ത ഭയവും നിറയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രീകൃഷ്ണന്റെ ജനനത്തിന് പിന്നിലെ ആ നാടകീയമായ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഒരു വലിയ പ്രപഞ്ച പ്രതിസന്ധിയിൽ നിന്നൊക്കെയാണെങ്കിലും ഈ ഒരു ചോദ്യത്തിലാണ് കഥയുടെ കാതൽ മുഴുവൻ കിടക്കുന്നത്. അപ്പോ വരൂ, ആ കഥയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് ആകെ അരാജകത്വത്തിലായ, പ്രതിസന്ധിയിലായ ഒരു ലോകത്താണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, രാജാക്കന്മാരുടെ വേഷം കെട്ടിയ അസുരന്മാർ ഭൂമി ഭരിക്കുന്നൊരു കാലം. അവരുടെ ക്രൂരമായ ഭരണത്തിൻ കീഴിൽ ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു കാര്യങ്ങൾ. ലോകം മുഴുവൻ ദുരിതത്തിലായി. ഈ ഭാരം സഹിക്കവയ്യാതെ ഭൂമിദേവി ഒരു പശുവിന്റെ രൂപത്തിൽ കണ്ണീരോടെ സഹായത്തിനായി സ്വർഗത്തിലേക്ക് നോക്കി. അത് മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്ന ഒരേയൊരു വഴി. ഭൂമിദേവിയുടെ ആ ഒരു നിലവിളി വെറുതെയായില്ല. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തികൾ വരെ ഇടപെടാൻ പോകുന്ന ചില സംഭവങ്ങൾക്ക് അത് തുടക്കമിട്ടു. അപ്പം ഭൂമിദേവിയുടെ ആ കരച്ചിൽ ആദ്യമെത്തുന്നത് ബ്രഹ്മാവിന്റെ അടുത്തേക്കാണ്. ബ്രഹ്മാവ് മറ്റ് ദേവന്മാരെയും കൂട്ടി നേരെ പ്രപഞ്ചത്തിന്റെ പരിപാലകനായ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് പോയി. ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടേണ്ട സമയമായിരുന്നു അത്. അങ്ങനെയാണ് ആ ദൈവിക പദ്ധതിക്ക് രൂപം വരുന്നത്. എന്തായിരുന്നു പ്ലാൻ? തിന്മയെ ഇല്ലായ്മ ചെയ്യാൻ മഹാവിഷ്ണു തന്നെ നേരിട്ട് ഭൂമിയിൽ അവതരിക്കും. അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് മറ്റ് ദേവന്മാരെല്ലാം യദുരാജവംശത്തിൽ വന്ന് ജനിക്കും. ഇനി കഥ ആ വലിയ പ്രപഞ്ചത്തിൽ നിന്ന് നേരെ മധുര എന്ന നഗരത്തിലേക്ക്, അവിടെ നടക്കുന്ന ഒരു കല്യാണത്തിലേക്ക് ചുരുങ്ങുകയാണ്. ഇവിടെയാണ് നമ്മൾ ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരെ കാണുന്നത്, വസുദേവനെയും ദേവകിയെയും. അവരുടെ കല്യാണ ദിവസമാണ്, ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസം. ആ വിവാഹ ഘോഷയാത്ര ശരിക്കും ഒരു സ്നേഹത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. കാരണം എന്താണെന്നറിയോ? ആ രഥം ഓടിച്ചിരുന്നത് സാക്ഷാൽ ദേവകിയുടെ സഹോദരനായ കംസൻ തന്നെയായിരുന്നു. അത്രയ്ക്കുണ്ടായിരുന്നു അയാൾക്ക് സഹോദരിയോടുള്ള സ്നേഹം. പക്ഷേ ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. ആകാശത്തു നിന്നൊരു ശബ്ദം ആ സന്തോഷത്തെയെല്ലാം തല്ലിക്കെടുത്താൻ പോവുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അത്. ആകാശത്തുനിന്നും മുഴങ്ങിയ ഒരു അശരീരി ആ ആഘോഷങ്ങളെല്ലാം ഒറ്റയടിക്ക് നിർത്തിച്ചു. അത് കംസനോട് നേരിട്ടായിരുന്നു സംസാരിച്ചത്. ഞെട്ടിക്കുന്നൊരു പ്രവചനം. അതുവരെ കണ്ട സ്നേഹമൊക്കെ എവിടെ പോയിന്നറിയില്ല. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് കംസൻ മാറി. സ്നേഹനിധിയായ സഹോദരൻ ഒരു രാക്ഷസനായി. അയാളുടെ ഭയം അത് അടങ്ങാത്ത ദേഷ്യമായി മാറി. തന്റെ ഭാര്യയുടെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ട വസുദേവൻ കംസനെ സമാധാനിപ്പിക്കാൻ നോക്കി. അദ്ദേഹം കുറേ തത്വശാസ്ത്രമൊക്കെ പറഞ്ഞു നോക്കി. ഈ ശരീരം നശിക്കുന്നതാണെന്നും ആത്മാവ് എപ്പോഴും നിലനിൽക്കുമെന്നും അതുകൊണ്ട് ദേവകിയെ കൊല്ലുന്നതിൽ ഒരർത്ഥവുമില്ലെന്നുമൊക്കെ വാദിച്ചു നോക്കി. പക്ഷേ ഈ തത്വശാസ്ത്രമൊന്നും കംസന്റെ ചെവിയിൽ കയറിയില്ല. ഒടുവിൽ ദേവകിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഗതികെട്ട് വസുദേവൻ ഒരു വാക്കുകൊടുത്തു. കംസൻ ആ വാക്ക് വിശ്വസിച്ചു. പക്ഷേ ആ ഒരു സമാധാനം അധികകാലം നീണ്ടുനിന്നില്ല. അങ്ങനെ അവർക്ക് ആദ്യത്തെ കുഞ്ഞു ജനിച്ചു. വസുദേവൻ തന്റെ വാക്ക് പാലിച്ച് ആ കുഞ്ഞിനെ കംസന്റെ കയ്യിൽ കൊടുത്തു. പക്ഷേ കംസൻ ഒരുപക്ഷെ വസുദേവന്റെ സത്യസന്ധത കണ്ടിട്ടാവാം ആ കുഞ്ഞിനെ ഒന്നും ചെയ്യാതെ തിരികെ നൽകി. അതോടെ അവർക്ക് ചെറിയൊരു പ്രതീക്ഷ വന്നു. പക്ഷേ ആ പ്രതീക്ഷയും അധികനേരമുണ്ടായിരുന്നില്ല. നാരദ മഹർഷിയുടെ വരവോടെ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു. നാരദ മഹർഷി ശരിക്കും കംസന്റെ ഉള്ളിലെ തീ ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ദേവന്മാരൊക്കെ യദുവംശത്തിൽ ജനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണുവിന്റെ വരവ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ദേവകിയുടെ ഏതു കുഞ്ഞും ആ വിഷ്ണു ആകാം. നിന്റെ അവസാനം അടുത്തു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. ഇതുകൂടി കേട്ടതോടെ കംസന് സമനില തെറ്റി. ഭയം അയാളെ പൂർണ്ണമായും ഒരു ഭ്രാന്തനാക്കി മാറ്റി. കൊടുത്ത വാക്ക് മറന്ന് സ്വന്തം സഹോദരിയെയും ഭർത്താവിനെയും അയാൾ ഇരുമ്പുചങ്ങലുകളിൽ ബന്ധിച്ച് ആ തടവറയിലേക്ക് എറിഞ്ഞു. ഇനി ഏതു കുഞ്ഞായിരിക്കും തന്റെ അന്തകൻ എന്ന ഭയത്തിൽ കംസനിലെ മനുഷ്യൻ പൂർണ്ണമായും ഇല്ലാതായി. ആ ഇരുട്ടറയിൽ വെച്ച് ദേവകിക്ക് ജനിച്ച ഓരോ കുഞ്ഞിനെയും 1, 2, 3 അങ്ങനെ 7 കുഞ്ഞുങ്ങളെ അയാൾ ഒരു ദയയുമില്ലാതെ കൺമുന്നിലിട്ട് കൊന്നു. ഒന്നാലോചിച്ച് നോക്കൂ, തടവറയിൽ 7 കുഞ്ഞുങ്ങളെയും കൺമുന്നിൽ നഷ്ടപ്പെട്ട്, എല്ലാ പ്രതീക്ഷയും അറ്റ്, നിരാശയുടെ ആഴങ്ങളിൽ. അങ്ങനെയൊരു ഇരുട്ടിൽ നിന്ന് എങ്ങനെയാണ് ഒരു രക്ഷകൻ പ്രതീക്ഷയുടെ ഒരു വെളിച്ചം ഉദയം ചെയ്യുക?